സണ്ണി, ഞാൻ നിന്നെ എവിടെയൊക്കെ തെരഞ്ഞെന്നറിയാവോ? നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? നകുല, എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. നീ അത് വളരെ ക്ഷമയോടെ കേൾക്കണം. എന്താ സണ്ണി, പറ. ഞാൻ പറഞ്ഞില്ലേ, ക്ഷമയോടെ വേണം കേൾക്കാൻ. സണ്ണി, ഇതെന്റെ മാക്സിമം ക്ഷമയാണ് എന്ന് ഞാൻ പറയാം. നമ്മുടെ നാട്ടിലെ KSRTC ബസ്സുകളിലെ ചില്ലുകൾ എറിഞ്ഞുടയ്ക്കുന്നതും കടകമ്പോളങ്ങൾ തല്ലിത്തകർക്കുന്നതും നമ്മൾ കരുതിയ പോലെ പാവം ജനങ്ങളല്ല. പിന്നെ അത് നിന്റെ അച്ചുവാണ്. സണ്ണി, നീ എന്താ പറഞ്ഞേ? സത്യം. പക്ഷേ താനാണിതെല്ലാം ചെയ്യുന്നതെന്ന് പാവം അച്ചുവിനറിയില്ല. അതറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവനത് താങ്ങാൻ കഴിയില്ല, തകർന്നു പോകും. ഇനി നമ്മൾ എന്ത് ചെയ്യും സണ്ണി? ഞാൻ ഏതായാലും ഹർത്താൽ എന്ന ബാധ തൻ്റെ ദേഹത്തുണ്ടെന്ന് അച്ചുവിനെ അറിയിക്കാൻ പോവുകയാണ്. അത് നിന്നിലൂടെ വേണം അവനറിയാൻ. അതെങ്ങനെയാ സണ്ണി? പറയാം. ഇന്ന് അച്ചു ഹർത്താൽ നടത്താൻ പോകുമ്പോൾ നീ അവനെ തടയണം. അവൻ എത്ര തന്നെ കെഞ്ചി ചോദിച്ചാലും നീ സമ്മതിക്കരുത്. ഞാൻ ഇന്ന് വരെ അവനോട് അരുതെന്ന് പറഞ്ഞിട്ടില്ല സണ്ണി. പക്ഷെ നീ ഇപ്പം പറയണം നകുല. നമ്മുടെ അച്ചുവിനെ തിരിച്ചു കിട്ടാൻ നീ അത് പറഞ്ഞേ പറ്റൂ. ഞാനത് പറഞ്ഞ ചാളമാകുമോ സണ്ണി? ഇല്ല, ഒരിക്കലും ഇല്ല. എല്ലാം നമുക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കാം. ശംഭോ മഹാദേവ. അച്ചു ഇപ്പൊ എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞിരുന്നില്ലേ ഹർത്താൽ നടത്താൻ പോകുകയാണെന്ന്. അച്ചു ഇന്ന് പോണ്ട. ഞാൻ പോകണ്ടേ? എന്തുപറ്റി? ഇന്നലെ പറഞ്ഞതാണല്ലോ പോയിക്കൊള്ളാൻ. അച്ചുവിനോട് പോണ്ടെന്ന് പറഞ്ഞില്ലേ? അതെന്താ ഞാൻ പോയാൽ? അച്ചു പോണ്ട. എന്താ ഞാൻ പോയാൽ? അച്ചുവിനോട് പോകണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ പോണ്ടേ? അതെന്താ ഞാൻ പോയാൽ? എന്താ ഞാൻ പോയാൽ? അച്ചുവിനെ ഞാൻ വിടില്ല. വിടമാട്ടേ. അപ്പോ നീ എന്നെ ഇങ്ങേ ഇരുന്ന് എങ്കേയും പോക വിടമാട്ടേ. അയോഗ്യനായേ, ഇന്നേക്ക് ദുർഗാഷ്ടമി. ഉന്നെ കൊന്ന് രക്തത്തെ കുടിച്ച് അതിന്റെ പേരിൽ ഹർത്താൽ നടത്തിടുവേ. ഹർത്താൽ. അച്ചു! നകുലേട്ടാ, ഞാൻ എന്താ ഇപ്പോൾ പറഞ്ഞത് നകുലേട്ടാ? ഇല്ല അച്ചു, അച്ചു ഒന്നും പറഞ്ഞില്ല. എന്റെ അച്ചു ഒന്നും പറഞ്ഞില്ല. ഞാനെന്തോ പറഞ്ഞു. ഞാനെന്താ പറഞ്ഞത് നകുലേട്ടാ? അച്ചു ഒന്നും പറഞ്ഞില്ല അച്ചു. എനിക്കെന്താ നകുലേട്ടാ? എനിക്കെന്താ അസുഖം? ഇല്ല അച്ചു, അച്ചുവിനൊന്നുമില്ല. എന്നെ വെറുക്കല്ലേ നകുലേട്ടാ? എന്നെ വെറുക്കല്ലേ നകുലേട്ടാ? സണ്ണി, ഞാൻ കണ്ടടാ എന്റെ അച്ചുവിനെ. ഞാൻ കണ്ടടാ അവന്റെ സ്നേഹം. ഞാൻ കണ്ടടാ. അമേരിക്കയിലോ ലണ്ടനിലോ ഹർത്താലില്ലാത്ത എവിടെയെങ്കിലും കൊണ്ടുപോയി ഞാൻ അവനെ ചികിത്സിച്ചോളാം. എന്നാലും നിനക്ക് ഞാൻ അവനെ വിട്ടുതരില്ലടാ സണ്ണി. നകുല, ലോകത്ത് ഏതൊരു സൈക്കാട്രിസ്റ്റും ചെയ്യാൻ പറ്റുന്നതല്ല ഞാനും ചെയ്യാം. അവൻ്റെ ദേഹത്തു നിന്നും ഹർത്താൽ എന്ന ബാധയെ ഞാൻ പറിച്ചു മാറ്റിക്കളയാം. പക്ഷേ ഓജസ്സും തേജസ്സുള്ള നിന്റെ പഴയ ആ അച്ചുവിനെ നിനക്ക് തിരിച്ചു കിട്ടില്ല. പകരം ഒരു ജീവചവത്തെ ആയിരിക്കടാ നിനക്ക് കിട്ടാൻ പോകുന്നത്. എനിക്ക് എൻ്റെ അച്ചുവിനെ തിരിച്ചു താ സണ്ണി, തിരിച്ചു താ. തരാം. പക്ഷേ എനിക്കൊരല്പം സമയം വേണം. നീ എത്ര സമയം വേണമെങ്കിലും എടുത്തോ. പക്ഷേ എനിക്ക് എൻ്റെ അച്ചുവിനെ തിരിച്ചു കിട്ടിയാൽ മതി. എൻ്റെ ആ പഴയ അച്ചുവിനെ എനിക്ക് തിരിച്ചു താ സണ്ണി. അതിന് നമുക്ക് ഒരാളുടെ സഹായം ആവശ്യമുണ്ട്. ആരുടെ? കേരളത്തിൽ അതിവേഗം ബഹുദൂരം നൃത്തം വെക്കുന്ന ആ പഴയ നർത്തകൻ രാമനാഥന്റെ. അയാളെ ഞാൻ കണ്ടു, എല്ലാം സംസാരിച്ചിട്ടുണ്ട്. അയാൾ സഹകരിക്കാന്ന് പറഞ്ഞിട്ടുമുണ്ട്. കേരളത്തിൽ ഇന്ന് ഹർത്താല. ഈ മുഖ്യൻ പറയുന്നു ഹർത്താല. നാട് മൊത്തം ഇന്നർത്താല. നേതാവ് തുമ്മിയാൽ ഹർത്താല. കടകൾ പൂട്ടിയിട്ടർത്താല. പാർട്ടികൾ തമ്മിൽ എതിർത്താൽ കയർത്താൽ ഹർത്താൽ. നാട്ടുകാരെന്നും പിന്നെ പാർട്ടിതൻ പേരും ചൊല്ലി അടി തുടങ്ങും. പൊതുനിരത്തിൽ വഴിതടയും. അതു പിന്നെ കേരളം മൊത്തം ഹർത്താല. ഈ
മുഖ്യൻ പറയുന്നു ഹർത്താല. എന്തിനാണ് കൊടും ചതി, എന്തു പാപം ജനം ചെയ്തു, പാപം ജനങ്ങളുടെ വോട്ടുകൾ നേടി പാപം ചെയ്യും പാപികൾ നമ്മൾ. വാഗ്ദാനങ്ങൾ പലതു നൽകി കേരളമാകെയും അലങ്കോലമാക്കുവാൻ മത്സരിക്കുന്നു നമ്മൾ നേതാക്കൾ. യാരത്? എന്നെ മനസ്സിലായില്ല അല്ലേ? ഇല്ല. വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. എന്താ മുഖത്തു നോക്കി തുമ്മുന്നോ? തുമ്മിയതല്ല, എന്റെ പേരിന്റെ ക്ലൂ പറഞ്ഞതാണ്. തുമ്മൻ ചണ്ടി. ഓഹോ, താനാണോ? ഉനക്കെവളോ ധൈര്യം ഇருக்கு എൻ കൺമുന്നിൽ വന്ന് നിൽപ്പേ. ഇനിയും അധികം നിന്നാൽ ഉന്നെ കൊന്ന് നാളെയും മറ്റന്നാളും ഹർത്താൽ നടത്തിടുവേ. ഹർത്താൽ. ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ ആയല്ലോ. മനുഷ്യനെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്നു. ഇയാൾ പറയുന്നത് എന്നെ കൊന്ന് നാളെയും മറ്റന്നാളും ഹർത്താൽ നടത്തുമെന്നാണ്. അത് ശരിയാവില്ല. നകുല, സണ്ണി. മാധവ, മഹാദേവ, ഇവിടെ എന്താ പ്രശ്നം? നീ എന്നെ എന്നാത്തിനാ കാണണമെന്ന് പറഞ്ഞത്? പറയടാ, എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വന്നിട്ട് ഒരു കാര്യവുമില്ലെന്ന്. ഈ ബാധ ഒഴിഞ്ഞു പോവില്ല എന്താ പറയുന്നത്? നീ വേഗം ആ ഡോക്ടറെ വിളിക്ക്. ഡാ സണ്ണി, ശംഭോ മഹാദേവ, ഹരിഹരസുതനേ ശരണമയ്യപ്പ. ഡാ സണ്ണി. അല്ല, ഇതാര്? വടക്കേലെ കൊച്ചു ത്രേസ്യയല്ലേ? ഇത് കൊച്ചു ത്രേസ്യയല്ല, ഇതാണ് ഭ്രാന്തിന്റെ ഡോക്ടർ സണ്ണി. ഓ, നിങ്ങളാണോ ആ ഭ്രാന്തിന്റെ ഡോക്ടർ സണ്ണി? അതെ, ഞാനാണ് ഭാഗ്യവാൻ. എന്താ പ്രശ്നം? പറഞ്ഞോളൂ. ഡോക്ടർ, എല്ലാവരും പറയുന്നു എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന. എന്നെ ഒന്ന് ശരിക്കും നോക്കിയേ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ടുണ്ടുണ്ടോ? എവിടെ നോക്കട്ടെ. അയ്യോ, ചെറിയൊരു കുഴപ്പമുണ്ടല്ലോ. എന്നാൽ അത് മാറ്റണമല്ലോ ഡോക്ടർ. ശരി, മാറ്റാലോ. സൈക്യാട്രിയിൽ ഇതിനെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെയാണ് പറയാറ്. എനിക്കപ്പോഴേ തോന്നി. മലയാളത്തിൽ ഇതിന് ഹർത്താൽ ഓഫ് മാനിയ എന്നാണ് പറയാറ്. മൈ ഗോഡ്. അയ്യോ, പേടിക്കണ്ട, ഞാനിപ്പോൾ ശരിയാക്കി തരാം. ഇയാളൊന്ന് കണ്ണടച്ച് നിന്ന്. ഒരു കണ്ണടച്ചാൽ മതിയോ? 2 കണ്ണടയ്ക്കണം. അച്ഛന് ഇപ്പോ എന്ത് തോന്നുന്നു? ചെവിയിൽ നിന്നും ഒരു കിളി പറന്നു പോയതുപോലെ എനിക്ക് എന്തായിരുന്നു ഡോക്ടർ? അച്ഛന് ഒരു അസുഖം ഉണ്ടായിരുന്നു. ഹർത്താൽ എന്ന ബാധ അച്ചുവിൻ്റെ ശരീരത്തിൽ കയറി. ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ഞാനതിനെ പറിച്ചെറിഞ്ഞു കളഞ്ഞു. താങ്ക് യു ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. സണ്ണി, നീ കേട്ടില്ലേ? ഓജസ്സും തേജസ്സും ഉള്ള നമ്മുടെ പഴയ അച്ചുവിനെ തിരിച്ചു വരാന്നാ ഞാൻ പറഞ്ഞ്. കൊണ്ടുപോടാ നിങ്ങളുടെ അച്ചുവിനെ. ഡാ സണ്ണി, നീ എന്റെ മാനം കാത്തടാ. നിർത്തൂ, നിർത്താൻ. പ്രിയമുള്ളവരെ, എൻ്റെ ശരീരത്തിൽ കയറിക്കൂടിയ ഹർത്താൽ എന്ന ബാധ ഇവർ ഒഴിപ്പിച്ചു തന്നിരിക്കുന്നു. അതിന് ഇവർക്കെൻ്റെ നന്ദി. ഇന്നു മുതൽ കേരളത്തിൽ ഹർത്താലില്ല, ഹർത്താലില്ല, ഹർത്താലില്ല. ഇനി നാളെ മുതൽ ഈ ഹർത്താലിൻ്റെ പേര് പണിമുടക്കെന്നാക്കി മാറ്റിയ വിവരം ജനങ്ങളെ സസന്തോഷപൂർവ്വം അറിയിക്കുന്നു.
നാട് മുടിക്കണ ഹർത്താൽ എന്നും ആളെ കുഴക്കണ ഹർത്താൽ. നാട് മുടിക്കണ ഹർത്താൽ എന്നും ആളെ കുഴക്കണ ഹർത്താൽ. എന്തിനുമേതിനും ഹർത്താൽ, എന്തിനുമേതിനും ഹർത്താൽ. നമ്മൾ ഭ്രാന്തന്മാരാകും അതോർത്താൽ. പാർട്ടി ലീഡർ പഴുതി വീണാൽ ഉടനെ ഹർത്താൽ. മന്ത്രിമാരോ ടൂറു പോകാൻ നടത്തും ഹർത്താൽ. നാട് മുടിക്കണ ഹർത്താൽ എന്നും ആളെ കുഴയ്ക്കും ഈ ഹർത്താൽ. ഉത്തരവിട്ടു ബന്ദ് ഉടനടി നിർത്താൻ. അന്ന് തൊട്ടിന്നോളം ഒറ്റയാനെ പോലെ വാഴുകയാണ് വിടർത്താൽ. പാർട്ടി ലീഡർ പഴുതി വീണാൽ ഉടനെ ഹർത്താൽ. മന്ത്രിമാരോ ടൂറു പോകാൻ നടത്തും ഹർത്താൽ. കോടതി പണ്ടൊരു ഉത്തരവിട്ടു ബന്ദ് ഉടനടി നിർത്താൻ. അന്ന് തൊട്ടിന്നോളം ഒറ്റയാനെ പോലെ വാഴുകയാണ് വിടർത്താൽ. മാറി വരുന്നൊരു സർക്കാർ കേരളമാകെ തകർക്കാൻ ചെയ്യും കൊടും ചതി ഹർത്താൽ. അതെ അതെ വന്നു. മനസ്സിൽ വിചാരിച്ചപ്പോ ഞാൻ വിളിച്ചെന്നോ? എനിക്ക് 100 ആയുസാണെന്നോ എന്റെ അമ്മ. അയ്യോ എന്ത് വിമൂലിക്ക് അപകടമാണ്. ആരോ വീണേക്ക് ഒരാൾ സോഡ മേടിച്ചിട്ടുണ്ടോ? സോഡ മേടിച്ചിട്ടുണ്ടോ? ആരെങ്കിലും സോഡ കൊണ്ടാ? ഒരു സോഡ മേടിക്കാൻ ആരും ഇല്ല ഇവിടെ. ഒരാൾ വീണെടുക്കണ്ടല്ലേ ആ സോഡ. കാണിക്കുന്നത് എനിക്ക് അങ്ങനെയാ. ചോര കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഒരു സോഡ ഒഴിക്കണം, അല്ലെങ്കിൽ തല ഇറങ്ങും. അതുകൊണ്ടാ ഇച്ചിരി കൂടെ കുടിക്കട്ടെ. എല്ലാരും നോക്കിക്കാതെ ഒന്ന് പിടിച്ചു കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഈ കിടക്കുന്ന ആളെ ആശുപത്രി കൊണ്ടുപോകാൻ. ആരെങ്കിലും ഇയാൾ ആശുപത്രി കൊണ്ടോ? ആരെങ്കിലും ഇയാൾ ആശുപത്രി കൊണ്ടോ? ഒന്ന് ആശുപത്രി കൊണ്ടുപോയത്. താൻ എന്നാ വർത്താനം പറയുന്നത്? തനിക്ക് കൊണ്ടുപോകാൻ ആശുപത്രി? എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ സാധാരണ എല്ലാവരും കൂടുമ്പോ കൊണ്ടുപോകുന്നു പറയല്ലാതെ വേറൊന്നും എനിക്കറിയില്ല. ഏടോ അതല്ല, തനിക്ക് ആശുപത്രി കൊണ്ടുപോകാൻ കുഴപ്പം. എനിക്ക് കോടതി പോകണല്ലോ. പിന്നെ ആശുപത്രി കൊണ്ടുപോകാൻ കോടതി എന്നാ? കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഒരുത്തൻ വീണെടുത്തിട്ട് അവനെ ആശുപത്രി കൊണ്ടുപോയിട്ട് ഇപ്പോഴും ഞാൻ കോടതി കയറി ഇറങ്ങി നടക്കുക. ഇനി എന്നെ കൊണ്ട് പറ്റൂല. അയ്യോ മൊബൈൽ ഉണ്ടോ? ഒന്ന് വീട്ടിൽ വിളിച്ച് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വീട്ടിൽ വിളിച്ച് പറയാനാ. അതല്ലേ മൊബൈൽ. ഹലോ, കിട്ടി കിട്ടി കിട്ടി. ഓ സന്തോഷമായി. സുരേന്ദ്രനെ, ഇവിടെ നമ്മുടെ ജംഗ്ഷനിൽ ഒരു ആക്സിഡന്റ്. ഒരാള് ബൈക്കിന് തലം കുത്തി കിടക്കുക. പച്ചക്കറി മേടിച്ചോന്നോ? ഞാൻ വന്നിട്ട് മേടിച്ച പോരെ? കൊച്ചു സ്കൂളിൽ വന്നോടി. കൊഞ്ച് മേടിക്കണമെന്നോ? കൊഞ്ചൊക്കെ മേടിക്കാം. ഓക്കെ കൊഞ്ച് മേടിച്ചിട്ടില്ല. ഉപ്പിക്കുറ ഒറ്റ അഴിയാൻ പറ്റും. താൻ എവിടെയാണ് വിളിച്ചത്? അപ്പൊ വീട്ടിൽ വിളിച്ചു പറയാൻ പറഞ്ഞു. എന്റെ പെണ്ണുമ്പിളെ വിളിച്ചാ. അവളാണ് ഈ ആക്സിഡന്റ് ഒന്നും കണ്ടിട്ടില്ലേ. എടോ പണ്ടാരോടക്കം തന്റെ വീട്ടിൽ വിളിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഈ കിടക്കുന്ന വീട്ടിൽ വിളിക്കുന്ന കാര്യം പറഞ്ഞത്. അതെനിക്ക് പറ്റില്ല. വിളിച്ചു പറയാൻ നമ്പർ എനിക്കൊന്നും അറിയാൻ പാടില്ല. എന്നാ പിടിച്ചോ. ഞാനില്ല. ഞാനും എന്നാ എനിക്കറിയില്ലല്ലോ സംഭവം. ഒന്ന് മാറി. ഈ കിടക്കുന്ന പുള്ളിയുടെ ബന്ധു നിങ്ങളുടെ വല്ലവരും ആണോ ഈ കിടക്കുന്നത്? അല്ല. ബന്ധുവല്ലോ ആണോ? അല്ല. ആരുമല്ലേ? പിന്നെ താൻ ആരാ? ഇവിടെ തിരക്കുകാരൻ കരഞ്ഞോണ്ട് വന്നാണേ കാണാൻ വേണ്ടിട്ട്. നോക്കട്ടെ ഞാൻ ആരാന്ന്. ഇതെന്റെ കൂട്ടുകാരനൊന്നുമല്ല. ഞാനോടി എന്നെ പിടിക്കാൻ ആരെ വിളിച്ച് വിവരം അറിയിക്കാനാ?
അയ്യോ ശ്ശോ. നിങ്ങൾ എല്ലാവരും കൂടി നിൽക്കാതെ കിടക്കുന്ന അല്പം കാറ്റ് കിട്ടട്ടെ. കാറ്റ് ഈ കാറ്റ് പോകാൻ കിടക്കുന്ന പുള്ളിക്ക് ഇനി എന്നാ കാറ്റ് കിട്ടാനാ? എക്സ്ക്യൂസ് മീ, ഒന്ന് മാറണേ. ആരത്? ആരേത് പറ? ദേ, ഇതാരേത്? ഇതെന്തേ കാണിക്കുന്നത്? ക്യാമറ പിടിക്കണോ? സൂപ്പർ. ബൈക്ക്. ഹലോ, ഞങ്ങളുടെ കളി അങ്ങ് നിർത്ത്. ഓക്കേ, ഓക്കേ. നീ മുമ്പ് വന്നല്ലേ ഒരേ പരിപാടി ഇതൊന്ന് മൊബൈലിൽ പിടിച്ചോട്ടെ ചേട്ടാ. മൊബൈലിൽ പിടിക്കാൻ ഇവനെ ആദ്യമേ തല്ലിക്കൊള്ളണമായിരുന്നു. എന്താ പറ്റിയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കാര്യമായിട്ട് വല്ല പാൻ്റെ അല്പം കീറിയിട്ടുണ്ടോ? അയ്യോ അപ്പൊ കിഡ്നി അടിച്ചു. കിട്ടി അടിച്ചു പോയോ? ആ അടിച്ചു പോകും. ദേ ഒരു ബട്ടൺസ് പൊട്ടി കിടക്കണ്. അപ്പൊ കരളും പോയി. കരളും പോയോ? ആ പോയി. അതെ, ഈ കാലിൽ ഒരു 8 സ്റ്റിച്ച് ഉണ്ട്. 8 തൈലെങ്കിലും ഉണ്ടോ? നേരെ കടലോട് കയറ്റിക്കോ, ഞാൻ മെഷീൻ അടിച്ചു തരാം. മിഷീനാ? ഇയാൾ എന്താ ഈ പറയുന്നത്? ഇപ്പൊ എവിടെന്ന ഒരു വണ്ടി ആശുപത്രി കൊണ്ടുപോകാനായിട്ട് മാർഗേ ഒരാളെ ആശുപത്രി അയ്യോ പോലെ വാ 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 പറഞ്ഞാലേ അയാളെ കേട്ടില്ല. അതെ ആളെ എണിക്കണ്ടല്ലോ. വേണ്ട വേണ്ട വിടറാ വിടറാ. ഇന്ന് 1-ാം തീയതി അല്ലേ? ബിവറേജ് അവധിയല്ലേ? അതുകൊണ്ട് ഒരു മിലിറ്ററിക്കാരന്റെ കൈയും കാലും പിടിച്ച ഒരു ഫുൾ ഒപ്പിച്ചത്. അതിന്റെ ഇടയ്ക്കായി മുടിഞ്ഞ ആക്സിഡന്റ്. എടാ ഞാൻ ഇത് ഒപ്പിയെങ്കിലും കുടിക്കട്ടേടാ. നല്ല ഉത്തരവാദിത്തമുള്ള ആളുകൾ ഒരു മീറ്റിംഗ് അവിടെ വെച്ചിട്ട് ഒറ്റൊരുത്തരും ഇന്നേരമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. സൂപ്പർ സ്റ്റാറുകളാണ് അത്രേ, സൂപ്പർ സ്റ്റാറുകൾ. ഇവന്മാരൊക്കെ ഇങ്ങനെ പോയാൽ മലയാള സിനിമ എവിടെ എത്തും എന്റെ കർത്താവേ. ഒരൊറ്റ ഒന്നിനും ഉത്തരവാദിത്ത ബോധമില്ല, ഉത്തരവാദിത്ത ബോധമില്ല. എന്താണ് ഇന്നച്ചാ ഒറ്റയ്ക്ക് കിടന്ന് പെറുപെറുക്കുന്നത്? ഞാൻ നമ്മുടെ ആളുകളുടെ കാര്യം പറയായിരുന്നു. മീറ്റിംഗ് വെച്ചിട്ട് ഇത്ര നേരമായിട്ടും ഒറ്റ നിങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. വെറുതെ അല്ല നമ്മുടെ സിനിമ നശിച്ചു പോകുന്നേ. സിനിമ നശിക്കുന്നു എന്നാരാ പറഞ്ഞേ? നല്ല കലാമൂല്യമുള്ള ചിത്രങ്ങൾ ഇപ്പോഴും വിജയിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് തസ്കര വീരൻ, പോത്തമ്പാവ, മായാ ബസാർ, ലവ് ഇൻ സിംഗപ്പൂർ, അങ്ങനെ പറഞ്ഞു തുടങ്ങിയ നേരം വെളുക്കും. പറയുന്നത് കേട്ടാത്തൊന്നും ഇയാളുടെ പടങ്ങൾ മാത്രമാണ് വിജയിക്കുന്നതെന്ന്. പിന്നെ പുറത്തു പറയാൻ പറ്റിയ തൻ്റെ ഏതൊക്കെ പടങ്ങളാണോ വിജയിച്ചത്? എത്ര പടങ്ങളുണ്ടോ എനിക്ക് പറയാൻ. ദാ പിടിച്ചോ, വാമനപുരം ബസ് റൂട്ട്, ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്, പിന്നെ എൻ്റെ ഏഞ്ചൽ ജോൺ. അതാരാ? നിന്റെ സ്നേഹിതനാണോ? അയ്യോ അതാരുമല്ല, എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമയാണ്. അതിനിടയ്ക്ക് അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. താൻ സിനിമ ഇറക്കിയിട്ട് താനും തൻ്റെ കൂട്ടുകാരും മാത്രം കണ്ടാ പോരാ, ജനങ്ങൾ കാണണം. ആ പറഞ്ഞത് കറക്റ്റാ. ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ അഭിപ്രായം തുറന്നു പറയാം. സത്യത്തിൽ മലയാള സിനിമയുടെ യൗവനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അത് മാറണമെങ്കിൽ നിങ്ങൾ പ്രായമുള്ളവർ മലയാള സിനിമയിൽ നിന്ന് മാറിത്തരണം. ഞങ്ങൾ യുവതാരങ്ങൾക്ക് അവസരം കിട്ടട്ടെ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. വെറും പള്ളിയല്ല, പരുമലപ്പള്ളിയിൽ. സത്യത്തിൽ എനിക്ക് നിന്റെ മകന്റെ വയസ്സുപോലും ഇല്ല. അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. മക്കളുണ്ടാവാൻ എന്തിനാടാ കല്യാണം കഴിക്കുന്നേ? അല്ലേ ഇയാൾ എന്തിനാ അത് എന്നോട് ചോദിക്കുന്നേ? അല്ല, അനുഭവമുള്ളവരോട് വേണമല്ലോ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ. എല്ലാവരോടും ഒരു കാര്യം പറയാ. നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് മലയാള സിനിമയുടെ പ്രതിസന്ധി എങ്ങനെ മാറ്റാം എന്നുള്ള ചർച്ചയ്ക്കാണ്, അല്ലാതെ മലയാള സിനിമയുടെ പ്രതിസന്ധി എങ്ങനെ കൂട്ടാം എന്ന ചർച്ചയ്ക്കല്ല. അതിന് ഞാനൊരു സജഷൻ പറയാം. മലയാള സിനിമ രക്ഷപ്പെടാത്തതിൻ്റെ കാരണം തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നും എല്ലാം വെറൈറ്റികൾ കൊണ്ടുവരുമ്പോൾ മലയാള സിനിമയിൽ വെറൈറ്റികളൊന്നും കൊണ്ടുവരുന്നില്ല. എന്താ ശരിയല്ലേ ഇന്നച്ചാ? അത് വളരെ ശരിയാ. ബാക്കി പറ. ഒരു നല്ല വെറൈറ്റി ഞാൻ പറയാം. അതല്ലേടോ തന്നോട് ബാക്കി പറയാൻ പറഞ്ഞേ. എന്നെ നായകനാക്കി ഒരു പടം എടുത്തോ, എങ്കിൽ മലയാള സിനിമയുടെ സകല പ്രതിസന്ധി മാറും.
താൻ നായകനോ? അപ്പൊ വില്ലൻ ആരാവും? ഇവരൊക്കെ ഇവിടെ നിൽക്കുകയല്ലേ, പോത്ത് പോലുള്ള കുറേ മുത്തച്ഛന്മാർ. വില്ലന്മാരല്ല ഇവരാവട്ടെ. അങ്ങനെയെങ്കിലും ഇവരുടെ തടിയൊന്ന് അളകട്ടെ. അയ്യോ, എന്തിനാടാ ചിരിക്കുന്നത്? അല്ല, ഇയാള് നായകനായുള്ള കാര്യം ഒന്ന് ആലോചിച്ചപ്പോ ചിരിച്ചു പോയതാ. ഞാൻ നായകനായ എന്താടാ കുഴപ്പം? ഒരു കുഴപ്പമില്ല, നന്നായിരിക്കും. എന്താടാ 80-90 വയസ്സുള്ള നിനക്കൊക്കെ നായകനാവാമെങ്കിൽ എനിക്ക് നായകനാവാം. താൻ നായകനായിട്ട് എന്ത് കാര്യം? തനിക്കൊരു ഡയലോഗ് മുഴുവനായിട്ട് പറയാൻ പറ്റുമോ? ആര് പറഞ്ഞു എനിക്ക് ഡയലോഗ് പറയാൻ പറ്റില്ലെന്ന്? നീയൊക്കെ സിനിമയിൽ പറഞ്ഞ ഡയലോഗ് നിന്നേക്കാൾ നന്നായിട്ട് ഞാൻ പറയും. കേട്ടോ, മേലെടുത്ത് രാഘവൻ നായർ ചെറ്റയാ. ചെറ്റ എന്ന് പറഞ്ഞ പരമാനാറി. ഈ കാണുന്ന പറമ്പ് വീടുമെല്ലാം എൻ്റെ ചോരയിൽ നീര് വേർപ്പുക. പണ്ട് ഈ വീടും പറമ്പും ചെത്തിയപ്പോൾ ഒരു സഞ്ചി നിറയെ പണവുമായിട്ടൊരാൾ വന്നില്ലേ? ആ പന്ന മാമ, നമ്മളെ കുഞ്ഞമാമ എങ്ങനെയുണ്ട്? അയ്യോ, താൻ എന്തൊക്കെയാണോ ഈ കാണിക്കുന്നത്? താൻ കൂടുതൽ ഉണ്ടാക്കണ്ട. താൻ സിനിമയിൽ കളിക്കുന്ന ഡാൻസ് എല്ലാം തന്നെയൊക്കെ നന്നായിട്ട് ഞാൻ കളിക്കും. എവിടെ നമ്മുടെ ജനപ്രിയ നായകൻ? ഞാൻ വരാൻ വൈകിയോ? താനിത് എവിടെ പോയി കിടക്കായിരുന്നു? ഒന്നും പറയണ്ട, ഒരു കേസുണ്ടായിരുന്നു കോടതിയിൽ. വണ്ടി ചെക്കിന്റെ ആട്ടെ, എന്തു തീരുമാനിച്ച അവസാനം? ഒന്നും തീരുമാനിച്ചില്ല. എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കണമെങ്കിലേ സംഘടനയ്ക്ക് ഫണ്ട് വേണം. ഫണ്ട് ഇവിടെ ഒരു മാങ്ങാത്തൊലി ഇല്ല. സംഘടനയ്ക്ക് ഫണ്ട് ഉണ്ടാവാൻ ഞാനൊരു വഴി പറയാം. എന്ത് വഴി? 2020 പോലെ തന്നെ 50-50 എന്നൊരു ചിത്രം ഞാൻ വേണം നിർമ്മിക്കാം. പിന്നൊരു കാര്യം, അഭിനയിക്കുന്ന നടന്മാർക്ക് ആർക്കും കാശുണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളെ വിറ്റ് കാശാക്കിയത് മതി. ഇനി താനങ്ങനെ ഉണ്ടാക്കണ്ട. പിന്നെ ഈ സംഘടനയുടെ ഫണ്ടിലേക്ക് ഞാൻ വേണം കുറച്ച് കാശ് തരാം. അത് മതി, അത് മതി. സംഘടനയ്ക്ക് കാശ് കിട്ടിയാ മതി. ഞാൻ അഭിനയിക്കാം, എനിക്ക് 10 പൈസ വേണ്ട. പക്ഷേ ഈ ചിത്രത്തിൽ ഞാൻ നായകനായിരിക്കും. അത് താൻ മാത്രം തീരുമാനിച്ചാൽ മതിയോ? അങ്ങനെ ഒരു പടം ഉണ്ടാവുകയാണെങ്കിൽ ആ ചിത്രത്തിൽ ഞാൻ തന്നെയായിരിക്കും നായകൻ. അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. യുവതാരങ്ങളിൽ സൂപ്പർ സ്റ്റാർ ഞാനാണ്. അപ്പോൾ ഈ സിനിമയിലെ നായകൻ ഞാൻ തന്നെ ആയിരിക്കും. അപ്പോൾ പടം സൂപ്പർ ഹിറ്റ് ആവണമെങ്കിൽ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു. താനെന്ത് കാര്യ പറഞ്ഞേ? എന്നെ നായകനാക്കുന്ന കാര്യം. എന്നെ നായകനാക്കിയില്ലെങ്കിൽ എൻ്റെ ആരാധകർക്ക് അതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. അവർക്കൊരിക്കലും താങ്ങില്ല. അപ്പോൾ എൻ്റെ ആരാധകരൊക്കെ മാങ്ങാ പറിക്കാൻ പോവോ? ഇനി ഞാനൊരു സത്യം പറയാം. ഈ നായകൻ എന്ന വാക്ക് തന്നെ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചതാണ്. നിങ്ങൾ രണ്ടുപേർക്കും പ്രായമായില്ലേ? ഇനി ഞങ്ങൾ യുവതാരങ്ങളൊന്ന് കളിക്കട്ടെ. യുവാക്കളായ ആരാധകർ എനിക്കും ഉണ്ട്. മോൻ കളിക്കാനായിട്ടില്ല. മോൻ കളിക്കാനായ മാമൻ പറയാം. ഇപ്പൊ മോൻ പോയി ഗോലി കളി. ഈ പടത്തിൽ ഞാനാവും നായകൻ. ഞാനായാലെന്താ? അപ്പൊ ഞാനെന്തിനു നിൽക്കുക? മോൻ പോയി ഗോലി കളി. ഈ ചിത്രത്തിൽ ഞാനാവും നായകൻ. ഒന്ന് നിർത്തട. എല്ലാവരോടും ഒരു കാര്യം പറയാ. നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് മലയാള സിനിമയുടെ പ്രതിസന്ധി എങ്ങനെ മാറ്റാം എന്നുള്ള ചർച്ചയ്ക്കാണ്, അല്ലാതെ മലയാള സിനിമയുടെ പ്രതിസന്ധി എങ്ങനെ കൂട്ടാം എന്ന ചർച്ചയ്ക്കല്ല. എങ്കിൽ ഞാനൊരു സജഷൻ പറയാം. സിനിമാ വ്യവസായം ഇത്രയും തകർന്ന തരിപ്പണമായ സ്ഥിതിക്ക് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സിനിമയിൽ പയറ്റിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ സംഘടനയ്ക്ക് ഫണ്ടുണ്ടാക്കാൻ ഒരു TV ചാനൽ തുടങ്ങിയാൽ എന്താ? വെരി ഗുഡ്. അപ്പൊ എനിക്ക് ഒരു പയറ്റാം. വെൽക്കം ടു മമ്മ ചാനൽ. സിനിമാ താരങ്ങളുടെ സ്വന്തം ചാനൽ. ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. വൈകിട്ട് 6:30 പ്രധാന വാർത്തകൾ. അല്ല പഠിച്ചോന്, ഈ കൈ നമ്മൾ പടവെക്കുക, ഈ മേശന്റെ മുകളിൽ വെക്ക. നമസ്കാരം, അസ്സലാമു അലൈക്കും. പ്രധാന വാർത്തകൾ. കേരളത്തിൽ എക്സ്പ്രസ് ഹൈവേനെ സംബന്ധിച്ചുള്ള പ്രശ്നം കാരണം കോഴിക്കോട് പൊരിഞ്ഞടി. അടിച്ച എജ്ജാതി അടി. അതും ഇടതുവശവും വലതുവശവും തമ്മിൽ
പഠിച്ചോനെ ഈ സംഘർഷം നിലനിൽക്കുമ്പോൾ നമ്മളെ പോലീസുകാർ വെറുതെ നിഷ്ക്രിയായി നോക്കിക്കഴിഞ്ഞു മക്കളെ. ഇനി നമ്മളെ സ്പോർട്സ് വാർത്ത. വാർത്ത എന്ന് വെച്ചാൽ സ്പോർട്സ് വാർത്തയാണ് നമ്മളെ പ്രധാന വാർത്ത. ഇപ്രാവശ്യത്തെ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ നമ്മൾ ഇന്ത്യക്ക് സെലക്ഷൻ കിട്ടിയിട്ടും കളിക്കാണ്ട് തിരിച്ചു പോന്ന്. ഹവാ ചെരുപ്പും കള്ളുകൊണ്ട് ഉപയോഗിച്ച് കളിക്കാൻ പറ്റില്ല എന്ന് അവിടുത്തെ റഫറി പറഞ്ഞുകൊണ്ട് മാത്രമാണ് അത്ര ഒരു തിരിച്ചു പോകുന്നത്. എന്നാലും ലോകകപ്പ് ഫൈനലിലെ സ്വർണ്ണക്കപ്പ് നമ്മൾ ഇന്ത്യ നേടി. അച്ചകൾക്ക് തന്നെ സൗത്ത് ആഫ്രിക്ക ഇന്ത്യക്കെതിരെ പരാതി കൊടുത്ത് ഓരോ കപ്പ് കളവ് പോയിന്ന്. അടുത്ത വേൾഡ് കപ്പ് ഗ്രീസിൽ വെച്ച് നടത്തണം എന്നുള്ള തീരുമാനം ഫിഫ പിൻവലിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ എല്ലാ കളിക്കാരും തെന്നി വീഴുന്നാണ് ഒരു പറഞ്ഞ കാരണം. ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ടത്തിൽ കേരളത്തിൻ്റെ നമ്മളെ തമ്മനം മേരി ആഫ്രിക്കൻ ഓട്ടക്കാരനായ ഡിക്രൂസ് പെരേരൻ്റെ ഒപ്പം ഒളിച്ചോടി. ഇതിൽ താൻ അതീവ സന്തുഷ്ടനാണെന്ന് മേരിയുടെ കോച്ചും ഭർത്താവുമായ ചാണകക്കുഴി കറിയാച്ചെന്നായ വ്യക്തമാക്കി. അല്ല, ഇതോടെ ഇന്നത്തെ വാർത്ത അവസാനിച്ചിരിക്കുകയാണ്. ഇനി നാളത്തെ വാർത്തയായിട്ട് മറ്റന്നാൾ കാണാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. 8 മണിക്ക് ഏറ്റവും പുതിയ സിനിമ ലൊക്കേഷൻ വിശേഷങ്ങൾ അറിയുവാൻ ഷോർട്ട് ആൻഡ് ഷോ. എല്ലാ പ്രേക്ഷകർക്കും ഷോർട്ട് ആൻഡ് ഷോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഷാജി കടലാസ് സംവിധാനം ചെയ്യുന്ന മെഗാസ്റ്റാറിൻ്റെ ഒരു സിനിമ ലൊക്കേഷനിലാണ്. അതുകൊണ്ട് മെഗാസ്റ്റാറിനോട് നമുക്ക് 2 ചോദ്യങ്ങൾ ചോദിക്കാം. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഇപ്പോൾ മലയാള സിനിമയിൽ എത്തിയിട്ട് ഏകദേശം 30 വർഷമായില്ലേ? തീർച്ചയായിട്ടും 30 വർഷമായി. സാർ, ഈ സിനിമയിൽ വന്ന സമയത്ത് സാറിൻ്റെ പ്രായം എത്രയായിരുന്നു? എനിക്ക് പ്രായം 30. അപ്പോൾ സാറിന് ഇപ്പം എത്ര വയസ്സായി? ഇപ്പം 31. അതെങ്ങനെ 31 ആവും? എന്താ 60 വയസ്സാവില്ലേ? 60? ആ, എങ്ങനെയാവും? 30 വയസ്സിൽ സാർ സിനിമയിൽ വന്നു. ഇപ്പോൾ സിനിമയിൽ വന്നിട്ട് 30 വർഷമായി. 60 വയസ്സാവില്ലേ അപ്പോൾ? അതുകൊണ്ട് താൻ എൻ്റെ വയസ്സന്വേഷിക്കാൻ വന്നാണോ? ആണോ? അല്ല, അതല്ല. ആണോ? അല്ല, സാറിന് 60 വയസ്സായില്ലേ ഇപ്പോൾ? ഞാൻ ചോദിച്ചത് നിങ്ങൾ എൻ്റെ വയസ്സന്വേഷിക്കാൻ വന്നാണോ? ബോയ്, ഇവിടെ ആരുമില്ലേ? ഇയാളെ പിടിച്ച് പുറത്താക്കിയേ. സോറി സാർ, ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയതാ. കുഴപ്പമില്ല, ഇനി ആവർത്തിക്കരുത്. ഓക്കെ സാർ, ഇപ്പം 30 വർഷമായി സിനിമയിൽ വന്നല്ലോ. തീർച്ചയായിട്ടും. ഇപ്പോൾ സാർ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ മാത്രമാണ് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്? ഒരിക്കലുമില്ല. പിന്നെ ഞാൻ നല്ലൊരു കോമഡി ആർട്ടിസ്റ്റ്. ആര് പറഞ്ഞു? ഞാൻ നല്ലൊരു കോമഡിയനാണല്ലോ. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ബോയ്, ഇയാളെ പിടിച്ച് പുറത്താക്കിയേ. സോറി സാർ, ഒരു തെറ്റ് കൂടെ പറ്റിപ്പോയി സാർ. എന്നാ ഇവിടെ നിന്ന്. ഓക്കെ സാർ, ഇപ്പോൾ ഈ സാർ സിനിമയിലല്ലാതെ സാർ ലൈഫിൽ കോമഡിയാണോ? പിന്നെ തീർച്ചയായിട്ടും. ആര് പറഞ്ഞു? ബോയ്. അല്ല സാർ ഈ ലൊക്കേഷനിലൊക്കെ നല്ല കോമഡിയാണെന്ന് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. സാർ ഇവിടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നല്ല കോമഡി പറയാമോ? പിന്നെ ഞാൻ നല്ലൊരു കോമഡി ആർട്ടിസ്റ്റാണ്. കാരണം ഇപ്പം തന്നെ ഞാനൊരു തമാശ പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാം ചിരിച്ച് മണ്ണ് പിരിക്കുക. അത് ശരി. സാറ് പറഞ്ഞു കാണും എൻ്റെ കോമഡിക്ക് ചിരിച്ചില്ലെങ്കിൽ ഞാൻ അഭിനയിക്കില്ലെന്ന്. അതുകൊണ്ടായിരിക്കും ചിരിച്ചല്ലേ? അതെ. അല്ല ബോയ്. ഓക്കെ സാർ, എന്നാലും ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി സാർ ഇപ്പോൾ ഒരു ചെറിയ കോമഡി എങ്കിലും പറയണം സാർ. ഇപ്പോൾ തമാശ പറയാൻ പറ്റില്ല സാർ. പ്ലീസ് സാർ, ഒരു അപേക്ഷയാണ് സാർ, ഒരു കോമഡി. ഒരിക്കലും. കാരണം ഇപ്പോൾ വേറെ ആരും ഇല്ലല്ലോ ഇവിടെ. അല്ല സാർ, ഇപ്പോൾ മലയാള സിനിമയിൽ ഒരു നല്ല കൊമേഡിയനാണ്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. അത് ശരിയാണ്. എന്നാലും ഇവിടെ ഇപ്പം തമാശയൊന്നും കേൾക്കാൻ ആസ്വദിക്കാൻ ആരുമില്ല. ഇല്ല, ഞാനുണ്ടല്ലോ സാർ. മിമിക്രിയാണോ? അല്ല, മിമിക്രിക്കാരൻ അല്ലെങ്കിൽ ചിരിക്കാലോ. അല്ല, അതല്ല, ഞാനിപ്പോൾ തമാശ പറഞ്ഞാൽ ശരിയാവില്ല. പ്ലീസ് സാർ, എങ്ങനെങ്കിലും ഒരു കോമഡി പറയൂ. നിർബന്ധമാണോ? നിർബന്ധമാണോ അല്ലേ? ഓക്കെ, ഞാനൊരു കോൾ ചെയ്യട്ടെ. ഹലോ, സിറാജ് മഞ്ഞാറുമുണ്ടല്ലേ? ഞാനാ മമ്മൂട്ടി. ഏത് മമ്മൂട്ടിയെന്നോ? അത് ശരി. പാലെന്ന് കഴിക്കാനെ കൊത്തി അല്ലടാ. അതെല്ലാം പോട്ടെ, നീ പെട്ടെന്നൊരു തമാശ പറ. പെട്ടെന്ന് വേണം. ഏത്? എന്നിട്ട് അത് ശരി. ഓക്കെ, കുഴപ്പമില്ല. ശരി. ഓക്കെ. പിന്നെ എൻ്റെ അടുത്ത 2 പടത്തിൽ നിനക്ക് ത്രൂ ഔട്ട് വേഷമുണ്ട്. ഓക്കെ, ശരി, വെക്കട്ടെ. പിന്നെ സിറാജ്, ഫോൺ എടുത്ത് തന്നെ വേണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഓക്കെ സാർ. എന്തായി, കോമഡി കിട്ടിയോ? കിട്ടി. അല്ല, ഞാൻ ഫോൺ ചെയ്ത് സംസാരിച്ച നീ കേട്ടോ? കേട്ടോ? ബോയ്. ഇല്ല, കേട്ടില്ല. എന്നാ ഒരു ഉഗ്രൻ കോമഡി അങ്ങോട്ട് പറയാം, ശ്രദ്ധിച്ച് കേട്ടോണം. ഓക്കെ. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷാപ്പിൽ കയറിയ വൃദ്ധൻ. എന്തുണ്ട്? അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും. അപ്പോൾ വൃദ്ധൻ, രണ്ടും ഒരു പ്ലേറ്റ് പോരട്ടെ. എന്താടോ ചിരിക്കുന്നില്ലേ? ചിരി വന്നില്ല സാർ. ചിരിക്കുന്നില്ലേ? ചിരി വന്നില്ല സാർ. ചിരിക്കില്ല അല്ലേ? ഇല്ല. ചിരിക്കില്ല അല്ലേ? ഇല്ല. ഞാൻ തമാശ പറയാൻ നീ ചിരിക്കില്ല അല്ലേ? ചിരി വന്നില്ല സാർ. ബോയ്, ഇയാളെ പിടിച്ച് പുറത്താക്കാൻ. എൻ്റെ കോമഡിക്ക് ചിരിക്കില്ലത്രേ. എൻ്റെ കോമഡിക്ക് എന്താ കുഴപ്പം? എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും എന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. കോമഡി നൃത്തവുമില്ലാത്ത എന്നെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല.
8:30 പുതിയ ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് യുവർ ചോയ്സ്. ഭീമൻ യുവർ ചോയ്സിലേക്ക് സ്വാഗതം. ഹലോ, ആരാ വിളിക്കുന്നേ? ഹലോ 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 കൂയ്. ടിവിയുടെ വോളിയം കുറക്കട പന്നി. ഇവിടെ ടി വി ഇല്ലാന്ന്. പിന്നെ നീ മാനത്ത് നോക്കിയാണോടാ പരിപാടി കാണുന്നേ? STD ബൂത്ത് ഞങ്ങളെ വിളിക്കണത്. എങ്കിലും വോളിയം കുറയ്ക്ക്. എന്തിന്റെ? നിന്റെ വോളിയം മനുഷ്യന്റെ ചെവി അടിച്ചു പോകാനായി. അല്ലേ നിങ്ങൾ മറ്റേന്റെ ആളല്ലേ നിങ്ങള്? നാട്ടുകാർ അതൊക്കെ പറയുമെങ്കിലും ഞാൻ ആ ഡീസന്റാ. അതല്ല നിങ്ങള് മറ്റേ ടി വിയിലൊക്കെ നിങ്ങളെ സിനിമയില് ഞാൻ കണ്ടു നിങ്ങളെ. നിങ്ങള് നല്ല തടിയും ഇതൊക്കെ ഉള്ള നല്ല ആയം നീട്ടുള്ള ഒരു മനുഷ്യൻ. നിങ്ങളിപ്പോ എന്താ ഈ പരിപാടിയില്? ഞാനിപ്പോ ഈ പരിപാടിയിലാ. സിനിമയിലൊന്നും വലിയ ചാൻസ് ഒന്നും ഇല്ല. നിങ്ങൾ നല്ല തല്ലാട്ടങ്ങള്. താങ്ക് യു. ആട്ടെ, താൻ എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ മലപ്പുറത്തുനിന്ന്. എന്തിന്റെ പുറത്തുനിന്ന്? മലപ്പുറത്തുനിന്ന്. മലപ്പുറത്തുനിന്ന്. എന്താടാ പേര്? എന്റെ പേര് സുലൈമാൻ. എന്ത്? സുലൈമാൻ. നല്ല പേര്. ഏത് പാട്ട് വേണം? ഏത് പാട്ടൊക്കെ ഉള്ള അവിടെ? എല്ലാ പാട്ടും ഉണ്ട്. എനിക്കിന്ന് ഏതെങ്കിലും ഒരു പാട്ട് വെച്ചാളി. ഏതെങ്കിലും പറഞ്ഞ നീ ഏതെങ്കിലും പറട്ടെ. എന്റെ ഇഷ്ടത്തിന് പാട്ട് വെച്ചാടാ നീ എന്നെ വിളിച്ചേ. അതല്ല നിങ്ങൾ ഏതെങ്കിലും മറ്റേ മോഹൻലാലില്ലേ? ഞാൻ മോഹൻലാലിന്റെ മെയിൻ ആളാ. അപ്പൊ എന്റെ പടത്തിലെ പാട്ടൊന്നും വേണ്ട. അല്ല അതല്ല, മറ്റേ വടക്കുന്നാഥല്ലേ പാട്ടില്ലേ, ഗംഗേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് മോഹൻലാലിന്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടാ. എനിക്ക് ആ പാട്ട് നിങ്ങൾ പാടിയോ? ഞാൻ പാടണോ? നിങ്ങൾക്ക് പാട്ടിച്ചുണ്ട്? അയ്യോ, വല്ലാത്ത ബുദ്ധിമുട്ടാവും, എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ പാടി തരേ എങ്ങനെയെങ്കിലും. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോരുത്തരെ വിളിച്ചോളും. ഞാൻ പാടാൻ പോവുക, അനുഭവിച്ചോ. ഗംഗേ എൻ്റെ പൊന്നെ, ഏത് വരട്ടെയാടാ പാട്ട് എഴുതിയത്? തുടിയിൽ ഉണരും ത്രിപുട കേട്ടു തുയിലുണർന്നു. നിങ്ങളെ പരിപാടി തൊഴുത്തിൽ വെച്ചിട്ട് നടക്കണേ. എന്താടാ നീ അങ്ങനെ ചോദിച്ചത്? ഫുള്ള് എരുമ കരീണമാതിരി. വെച്ചിട്ട് പോടാ പുല്ലേ. ഞാൻ ആ കഴിവേറികളോട് ആദ്യം പറഞ്ഞ എന്നെ കൊണ്ട് ഈ പണിക്ക് പറ്റില്ലാന്ന്. ഏതായാലും ഇന്നത്തെ പരിപാടി ഇവിടെ തീർന്നു. ഇനി നാളെ കാണാമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഈ ചാനൽ ഇതോടെ നിർത്തി.